യെസ്, അടിച്ചു പോയി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ രീതിയാണ്. ശരിക്കും പണ്ടേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ പൊളിച്ചു നോക്കിയതിനകത്ത് എന്തൊക്കെയാണ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടൈപ്പ്, അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ലൈറ്റ്, ഇത് എത്ര പേര് പൊളിച്ച് കണ്ടിട്ടുണ്ട്, അതായത് ഇത് അഴിച്ച് കണ്ടിട്ടുണ്ട്, എന്താണ് ശരിക്കും ഇതിനകത്ത് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗ്ലാസ് പൊട്ടുന്ന ടൈപ്പ് തന്നെയാണ്, ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് മാറാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ലൈറ്റിനെ കുറിച്ചുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ ആദ്യം ഒന്ന് അഴിച്ചു നോക്കാം. ഇതിനകത്തുള്ള പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വാട്ടർ പ്രൂഫാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ കൊടുക്കുന്നത്. ശരിക്കും ഇത് വാട്ടർ പ്രൂഫാണോ? ശരിക്കും പറഞ്ഞത് വലിയ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, അത്യാവശ്യം ഓക്കെ എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഈ ഗ്ലാസ് ഞാനൊന്ന് മാറിയതാണ്. എങ്ങനെ നമുക്ക് ഗ്ലാസ് മാറാൻ സാധിക്കും, എങ്ങനെ ഈ ഒരു ലൈറ്റിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ റെഡിയാക്കി എടുക്കാൻ പറ്റും, ഇതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG and Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഏകദേശം ഈ ഒരു സാധനം കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതിൻ്റെ സൈഡിലത്തെ ഒരു 3 സ്ക്രൂ വരുന്നത്, അതൊരു അലൻകിയാണ് വരുന്നത്, ഈ സൈഡിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവനെ ഒന്ന് അഴിക്കാം. ഇത് അഴിക്കാൻ വേണ്ടി ഞാൻ അലൻകി ഒന്ന് എടുക്കുകയാണ്. അതിൽ 3ാമത്തെ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ സൈഡിൽ നിന്ന് പെട്ടെന്ന് അഴിച്ചു തുടങ്ങട്ടെ. ശരിക്കും ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലത്തെ ഏതെങ്കിലും പോയ ഐറ്റമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഴിച്ചു നോക്കണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചു നോക്കുന്ന സമയത്ത് കിട്ടുന്ന അറിവ് ചെറുതൊന്നുമല്ല. കാരണം നാളെ ഒരു സമയത്ത് ഇതുപോലെ ആരെങ്കിലും ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓരോ കാര്യം നമുക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. കാരണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതേണ്ട 2 അഴിച്ചു, 3ാമത്തെ അഴിക്കുന്നു. പക്ഷേ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമുണ്ടോ ടൈമില്ല 2ാമത്തെ കാര്യമാണ്. പക്ഷേ ട്രൈ ചെയ്യാനുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞാൽ അതേ ഈ സംഗതി ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സൈഡിലത്തെ പീസ് ഞാനിങ്ങനെ അഴിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ആ ഗ്ലാസ് ഉണ്ട്. കണ്ടോ, ഈ ഒരു ഗ്ലാസ് ഞാൻ 2ാമത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞായിരുന്നു 2ാമത് ഇതിൻ്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്കൊന്ന് അഴിക്കുക. ഇതുപോലെ തന്നെ, അതായത് ഈ സൈഡ് പോലെ തന്നെ ഞാൻ ഈ സൈഡും കൂടെ ഒന്ന് അഴിക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പഴയ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കഴിവതും ഒരു ഗ്ലൗഡ്സും കൂടെ ഇടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം കൈ നമുക്ക് സേഫായിട്ട് വെക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. പ്രത്യേകിച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും നീ എന്നാണ് ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് ശീലമായി പോയതുകൊണ്ടാണ്, ആരൊന്നും തോന്നരുത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. കാരണം ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഏതെങ്കിലും രീതിക്ക് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പിന്നെ ഞാൻ ചില കാര്യങ്ങളിലൊക്കെ, അതായത് ചൂടുള്ള സ്ഥലങ്ങളിൽ വല്ലതൊക്കെ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഗ്ലൗഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഗ്ലൗഡ്സ് യൂസ് ചെയ്യാത്തതുകൊണ്ട് പണി കിട്ടിയ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് നോക്കി ചെന്നപ്പോഴേക്കും അതിന് അഡീഷണൽ ആയിട്ടുള്ള വയറിംഗ് എല്ലാം നമ്മുടെ മാനിഫോൾഡിൻ്റെ ഭാഗത്ത് മുട്ടി അതെല്ലാം നന്നായിട്ട് ഉരുകിയിരുന്നായിരുന്നു. അപ്പോൾ ഈ വയർ ഏതിനെ എടുത്തതാണെന്നൊക്കെ നോക്കി അങ്ങ് ചെന്നപ്പോഴേക്കും കൈ അറിയാതെ മാനിഫോൾഡിലോട്ടൊന്ന് കൊണ്ട് അങ്ങനെ പണിയായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും കൂടെ അഴിക്കാൻ വേണ്ടി പോവാണ്. വാവ്, അപ്പോൾ ഈ ഒരു ഭാഗം അഴിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലേതായിട്ട് വയർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വയർ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളം കയറത്തില്ല, വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞത് വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു വിധം, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ഈ ഗ്ലാസ് സൂട്ടാക്കി വെച്ചിരിക്കുന്ന പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ എന്തോ ഒരു ജെല്ല് തേച്ചിട്ടുണ്ട്, എന്നാലും അത്ര ഓക്കെ ആണെന്ന് ഞാൻ പറയത്തില്ല. ഈ 2 സൈഡും അഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ലൈറ്റിൻ്റെ പോർഷൻസ് അറിയാം. ഇനി ഗ്ലാസ് അഴിക്കാൻ വേണ്ടി ഇവിടെ 1, 2, 3, 4 ഈ 4 ഐറ്റം കൂടെ നമുക്ക് അഴിക്കണം. അപ്പോൾ 2.5 ആണോ? യെസ്, 2.5 തന്നെയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ലൂസ് ചെയ്യണം. ഇത് ഒരുപാട് ലൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മാത്രം മതി. കാരണം ഇത് ജസ്റ്റ് ഒരു പിടുത്തം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ജസ്റ്റ് ലൂസാക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലാസ് സുഖമായിട്ട് ഊരിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ലൂസാക്കിയാൽ മതി കേട്ടോ. ഒത്തിരി ലൂസാക്കേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. ചെറുതായിട്ടൊന്ന് ലൂസാക്കുക. നല്ല ടൈറ്റാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി വയ്ക്കാം. ഇതെനിക്കൊന്ന് ഇത്ര വർഷമായിട്ട്, കാരണം എനിക്ക് തോന്നുന്ന ഗ്ലാസ് ഞാൻ മാറിയത് ഒരു 2017 18 എങ്ങാണ്ടാണ് ഞാനിത് മാറുന്നത്. ഇത് ഞാൻ എൻ്റെ ബൈക്കേ പിടിപ്പിക്കുന്നത് 15 പിടിപ്പിക്കുന്നത്. 17 ആയപ്പോഴത്തേക്ക് ഒരുമാതിരി വെള്ളമൊക്കെ കയറി ഗ്ലാസിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ലൂസാക്കി. അനക്കം ഇല്ല, എന്നാലും ചെറുതായിട്ട് നമുക്ക് തട്ടി നോക്കാം. ഗ്ലാസ് പൊട്ടാതെ നോക്കിക്കോണം. നല്ല സ്റ്റിഫായിട്ടിരിക്കുകയാണ്, നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്. ഒരു അനക്കം പോലും ഇല്ലെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്.
കാരണം ഇതിനകത്ത് ഞാനന്ന് വെക്കുന്നതിന് മുമ്പ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി സീലൻ്റ് എന്തോ ഇതിനകത്ത് ഈ 2 സൈഡിലും ഞാൻ പ്രസ് ചെയ്തിട്ടാണ് ഈ ഗ്ലാസ്സിനെ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു കട്ടി ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കീപ്പ് ഓൺ ട്രൈയിങ് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ പറയുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഞാൻ ചെയ്തൊരു പണി എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തു. കണ്ടോ, പൊട്ടിക്കല്ല് പതുക്കെ പ്രസ് ചെയ്ത് താഴോട്ട് കൊണ്ടുപോവുക. കാലും കൈയും ഒക്കെ സൂക്ഷിച്ച് വെച്ചോണം. റിസ്ക്കുള്ള കുറച്ച് പണിയാണിത്. കണ്ടോ, താഴോട്ട് വരുന്നത് കണ്ടോ? യെസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്തോണം. കാരണം ഞാൻ പറഞ്ഞ പോലെ അവിടെ ആ സീലൻ്റ് പോലത്തെ സാധനം വെച്ചിട്ടുള്ളതുകൊണ്ട്, അതായത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഞാനത് വെച്ചുകൊണ്ടാണ് കുറച്ച് ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നത്. താഴോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചോണം. താഴെ വീണ് പൊട്ടാനുള്ള ചാൻസുകളൊന്നും ഉണ്ടാക്കരുത്. ഇത്രത്തോളം ഇത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഇറങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ വലിച്ചേക്കാം. യെസ്, അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട്. ടടാ. യെസ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഐറ്റം വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഞാൻ രണ്ടാമത് കട്ട് ചെയ്ത് ഞാൻ ഇടിയിച്ചതാണ്. വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്തുള്ള ഗ്ലാസ് പൊട്ടിപ്പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് പൊട്ടിപ്പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് വെള്ളം കയറി അല്ലെങ്കിലും ഇത് പോയിരിക്കുകയായിരുന്നു. എന്തോ വന്ന് അടിച്ച് ആ ഗ്ലാസ് പൊട്ടിയതാണ്. ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ്. ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഈ ഒരു ഇതും കൂടെ അഴിക്കാം. അതായത് ഇതിൻ്റെ LEDs കൂടെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹൈ പവർ LED എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും. അതിനകത്ത് വരുന്ന LED-യുടെ ബൾബിൻ്റെ ആ ഒരു ഇത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ടൈപ്പ് ഒരു ബൾബ് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതും കൂടെ ഒന്ന് അഴിച്ച് കണ്ടേക്കാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ്. ഈ ടൈപ്പ് ലൈറ്റൊക്കെ യൂസ് ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനത്തെ ലൈറ്റ് വല്ലതും ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ല എന്നൊന്ന് കൺഫേം ആക്കണേ. ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന മഞ്ഞ കളേഴ്സ് ഉള്ള ഓരോന്നാണ് ഇതിൻ്റെ LEDs വരുന്നത്. അതുപോലെ 1, 2, 3, 4, 5, 6 അങ്ങനെ 6 LEDസും അതിൻ്റെ ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെയും കൂടെ ഒന്ന് അഴിച്ച് നോക്കിയേക്കാം. ഒരൊറ്റ സ്ക്രൂ മാത്രം അഴിച്ചാൽ മതി. യെസ്. അപ്പം സംഗതി ഇതേ ഇങ്ങ് ഊരിപ്പോന്നിരിക്കുകയാണത്. ഇത്രയേ ഉള്ളൂ സംഗതി. ഓക്കെ, അടിപൊളിയല്ലേ? ഇത് ശരിക്കും ഒരു അലുമിനിയം പ്ലേറ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി, ഹീറ്റ് പെട്ടെന്ന് കളയാൻ വേണ്ടി. ഈ ലൈറ്റ് അത്യാവശ്യം ഹീറ്റ് ആകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പുറയിൽ ഈ ഫിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ചൂട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ചൂടായാൽ പോലും ഈ ചൂട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫിൻസ് കൊടുത്തിരിക്കുന്നത്. എയർ സർക്കുലേഷൻ വരുന്നതിനനുസരിച്ച് അത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 1, 2, 3, 4, 5, 6. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യും. ഇവരൊന്ന് കത്തിച്ച് നോക്കാം. കത്തുമില്ല. അത് ഒരുപാട് നാളായിട്ട് ഞാനിതിപ്പോൾ യൂസ് ചെയ്യാതെ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലായിരുന്നു. ഞാൻ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എന്നാൽ ഹൈ റേഞ്ചൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈറ്റ് ആയിരുന്നു ഇത്. ഭയങ്കര രസമാണ്. കാരണം രാത്രിയൊക്കെ നല്ല ഹൈ റേഞ്ചൊക്കെ കയറുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വഴി കാണാൻ സാധിക്കും. ആ രീതിക്കായിരുന്നു ഞാനിതെല്ലാം ഫിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തോ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, അതൊക്കെ മാറ്റി. അപ്പോൾ ഓക്കെ, സംഗതി വേണ്ട കണ്ടോണം. നല്ല കിടുക്കാച്ചി ഐറ്റമാണ്. ആ ലൈറ്റ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. 6 ബൾബ് കാണുമ്പോഴത്തേക്കും അടിപൊളിയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഈ ലൈറ്റ് ഒന്ന് കത്തിക്കാൻ പറ്റുമോ, അതായത് കത്തുമില്ല എന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ 12 വോൾട്ടിൻ്റെ കറണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 12 വോൾട്ട് നമ്മളിതേ ഡയറക്റ്റ് കൊടുക്കുകയാണ്. പോസിറ്റീവ്, നെഗറ്റീവ്. ഹായ്, പറ്റിച്ച് കത്തുന്നില്ല. അപ്പോൾ ഗായ്സ് സംഗതി അടിച്ചു പോയെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് തിരിച്ചും കൂടെ ഒന്ന് കൊടുത്ത് നോക്കാം. കാരണം LED ആയതുകൊണ്ട് ഇനി ഞാൻ ഈ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇല്ല. അപ്പോൾ സംഗതി ഏതായാലും വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കൊടുത്ത് നോക്കിയേക്കാം. ഇനി ഇതിൻ്റെ എവിടെയെങ്കിലും കോണ്ടാക്റ്റ് ബ്രേക്ക് ആയതാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കുമ്പോൾ കത്തേണ്ടതാണ്. അപ്പോൾ അവിടെ രക്ഷയൊന്നുമില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ സംഗതി പോയി. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ബൾബിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ ചുമ്മാ ബൾബ് കത്തിച്ച് കളയാം. ഒന്ന് ജസ്റ്റ് നോക്കാം. കാരണം 3 വോൾട്ടാണ് നോർമലി ബൾബ് വരുന്നത്. നമുക്ക് ഏതായാലും ഇതിൽ നോക്കിയിട്ട് ഇവിടെ ഏതാണ്ടൊക്കെ ഒരു പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാത്ത എന്ന് തോന്നുന്നു. സോറി, തിരിച്ചു കൊടുക്കണം. പോസിറ്റീവ് കൊടുക്കാം. ഇനി ഏതെങ്കിലും കിട്ടാതെ വരുന്നതാണെങ്കിലോ അല്ലേ, നമുക്കങ്ങനെ നോക്കാം. ഓക്കെ, ഞാനതിൽ രണ്ടും കൽപ്പിച്ചൊരു ബൾബ് കത്തിക്കാൻ പോകാം കേട്ടോ. ഇത് പെട്ടെന്ന് നോക്കിക്കോ. ഇത് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡേ കാണത്തുള്ളൂ. യെസ്, അടിച്ചു പോയി ഗൈസ്. ഏതായാലും ഒരെണ്ണം കത്തുന്നുണ്ട്.
ശരിക്കും കത്തിപ്പോയതാണ് കേട്ടോ, ബാക്കിയുള്ളതെല്ലാം ബാക്കി കത്തുമായിരുന്നു. പക്ഷേ നമ്മൾ കൊടുത്തതിൻ്റെ പ്രോബ്ലം കൊണ്ട് ഇത് ഇപ്പോൾ ദൈവം ഒരെണ്ണം കത്തുന്നുണ്ട്. തിരിച്ചു കൊടുത്തു നോക്കിയാലോ. അപ്പോൾ അത് പോയി കിട്ടി. ബൾബ് ഒന്നേ ഇത് പോസിറ്റീവ് ആണല്ലേ. ലെറ്റ്സ് ചെക്ക്. എന്തോ ഷോർട്ടായി. കണ്ണടിച്ചു പോയി, ബൾബ് അടിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പോയി. ഏതായാലും കൊള്ളാം, സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി തിരിച്ച് ഇതുപോലെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ. സംഗതി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ കൊടുക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ രീതിയാണ്. ശരിക്കും പണ്ടേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ പൊളിച്ച് നോക്കി അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കാനുള്ളൊരു ആഗ്രഹം. കാരണം ശരിക്കും പറഞ്ഞാൽ പോയ കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ അഴിക്കാറുള്ളതായിരിക്കും. ചിലപ്പം പുതിയ സാധനം എനിക്ക് എന്താണ് അകത്തുണ്ടെന്നൊക്കെ അറിയണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ അങ്ങനെ അഴിക്കാറുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു പോർട്ടബിൾ ഡ്രില്ലെല്ലാം അയച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനൊന്ന് ഇട്ടേക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം.